ഈശോയുടെ രക്ഷാകര ദൗത്യത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി സ്വന്തം മകനെ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് പറഞ്ഞയച്ചപ്പോൾ തന്നെ മാതാവിന് നമ്മോടുള്ള സ്നേഹം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ രക്ഷയ്ക്കും നന്മയ്ക്കും വേണ്ടി ഇന്നും ആ അമ്മ ഈശോയോട് അപേക്ഷിക്കുന്നുണ്ട്. ആ സ്നേഹത്തിൻ്റെ ആഴവും പഴപ്പും മനസ്സിലാക്കി ജീവിച്ച ഒരു വിശുദ്ധനുണ്ട്, വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ. ഈ ഭൂമിയിൽ ക്രിസ്തുവിന് ജന്മം നൽകാൻ പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവം തിരഞ്ഞെടുത്തു. താനും ഒരു ക്രിസ്തുവായി മാറണമെങ്കിൽ പരിശുദ്ധ അമ്മയിലൂടെ സാധിക്കൂ എന്ന് വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ ഉറച്ചു വിശ്വസിച്ചിരുന്നു. 1894 ജനുവരി 8 പോളണ്ടിലെ ഒരു കൊച്ചു ഗ്രാമമായ ടൂൺസ്കാവോളയിലാണ് ജനനം. മാതാവിനോട് കോൾബെ കുടുംബത്തിന് പ്രത്യേക ഭക്തി ഉണ്ടായിരുന്നു. ഒരിക്കൽ കോൾബെയ്ക്ക് മാതാവിൻ്റെ ദർശനമുണ്ടായി. മറിയത്തിൻ്റെ കൈകളിൽ ചുവപ്പും വെളുപ്പും നിറത്തിലുള്ള 2 കിരീടങ്ങളുണ്ടായിരുന്നു. ചുവപ്പ് കിരീടം രക്തസാക്ഷിത്വത്തിൻ്റെയും വെളുത്തത് വിശുദ്ധിയുടെയും പ്രതീകങ്ങളായിരുന്നു. അവയിൽ ഏതു വേണമെന്ന ചോദ്യത്തിന് രണ്ടും വേണം എന്നായിരുന്നു കോൾബെയുടെ ഉത്തരം. മാതാവിനോടുള്ള സ്നേഹവും ഭക്തിയുമാണ് 2 കിരീടങ്ങളും തിരഞ്ഞെടുക്കാൻ കോൾബെയ്ക്ക് ധൈര്യം പകർന്നത്. പിന്നീട് സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുന്നു. അസാധാരണമായ ബുദ്ധിശക്തി ഉണ്ടായിരുന്ന അദ്ദേഹം തൻ്റെ 21-ാം വയസ്സിൽ ഡോക്ടറേറ്റ് നേടി. അച്ചടിശാലകളിലൂടെയും ചലച്ചിത്രങ്ങളിലൂടെയും സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. മാതാവിനോടുള്ള ബഹുമാനാർത്ഥം ആരംഭിച്ച കൂട്ടായ്മയാണ് അമലോത്ഭവ സൈന്യം. ചെറിയൊരു മുറിയിൽ മറിയത്തിൻ്റെ രൂപം അലങ്കരിച്ച് മെഴുകുതിരികൾ കത്തിച്ചു വെച്ച് കോൾബെയും സഹപാഠികളും പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിരവധി യാത്രകൾ നടത്തുകയും മാതാവിനോടുള്ള ഭക്തിയുടെ പ്രാധാന്യം പ്രചരിപ്പിക്കാനും തുടങ്ങി. അങ്ങനെയിരിക്കെ 1939 ഹിറ്റ്ലർ പോളണ്ടിലെ ആക്രമിച്ചു. സെപ്റ്റംബർ 19 നാസി പട്ടാളം അദ്ദേഹത്തെയും മറ്റുള്ളവരെയും തടവിലാക്കി. ഡിസംബർ 8 അവരെ മോചിപ്പിച്ചു. പിന്നീട് 1941 ഫെബ്രുവരി 17 വീണ്ടും തടവിലായി. തടവറയിൽ വെച്ച് ക്രൂരമായ പീഡകൾ ഏൽക്കേണ്ടി വന്നു. അപ്പോഴും എല്ലാം മാതാവിനോട് ഒരു യെസ് പറഞ്ഞുകൊണ്ട് സഹിച്ചു. മാതാവിനോടുള്ള ഭക്തിയിൽ ഒരു കുറവും ഉണ്ടായില്ല. മറ്റാളുകളോട് സുവിശേഷം പ്രഘോഷിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. കൊല്ലാൻ തീരുമാനിച്ചിരുന്ന 10 പേരിൽ ഒരാളായ ഗയോണിഷേക്ക് എന്നയാൾക്ക് പകരം മാക്സിമിലിയൻ മരിക്കാൻ തയ്യാറായി. ഒരു ചെറിയ അറയിൽ അടയ്ക്കപ്പെട്ട ആ 10 പേർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 15 ദിവസത്തിനു ശേഷം മരിക്കാതിരുന്നവരെ വിഷം കുത്തിക്കൊല്ലാൻ ഉത്തരവായി. ആ കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെ 1941 ഓഗസ്റ്റ് 14 അദ്ദേഹം മരണപ്പെട്ടു. പിറ്റേന്ന് മാതാവിൻ്റെ സ്വർഗാരോഹണമായത് തികച്ചും സ്വർഗീയ തീരുമാനം എന്നുള്ളതിൽ സംശയമില്ല. സാത്താനെ ദൂരെ അകറ്റിടണേ.